ആചാര്യശേഷം മാർച്ച് ആലച്ചേരി ശ്രേഷ്ഠപിതാവിത രൂപരാധനത്തിൽ താമരശ്ശേരി രൂപതയെ അനുഗ്രഹിക്കുവാൻ കുളത്തുണയിൽ ഉടവകയെ മലബാർ കേന്ദ്രമായി പ്രഖ്യാപിക്കുവാൻ ജനപ്രിയങ്ങളിൽ വിശ്വാസരീക്ഷ വളർത്തുവാൻ നമ്മുടെ വിശ്വാസികളുടെ പിതാവ് മാർച്ച് ആലച്ചേരി ശ്രേഷ്ഠപിതാവ് ചങ്ങനാശ്ശേരി അതിലൂടെ ദൈവസ്ഥലത്തിൽ ആഘോഷം പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, താമരശ്ശേരി രൂപതയെ വളരെ സുദീർഘമായ വിധം 13 വർഷം നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പോൾ ചിറ്റിലപ്പള്ളി പിതാവേ, സീറോ മലബാർ കുര്യ ചാൻസലർ ബഹുമാനപ്പെട്ട ആന്റണി കൊള്ളനൂരച്ച, പ്രിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽ തോമസ് നാഗവർപ്പിലച്ച, ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന ജൂബിലി ആഘോഷിക്കുന്നവരെ, പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, താമരശ്ശേരി രൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നാം എത്തി നിൽക്കുക. ആ വലിയ സന്തോഷത്തിൽ നാം ഇപ്പോൾ പങ്കുകാരാകുകയാണ്. 26 വയസ്സ് പൂർത്തിയാക്കി 27ാം വയസ്സിലേക്ക് നമ്മുടെ രൂപത പ്രവേശിക്കുന്ന ഒരു ദിവസം രൂപതാ ദിനമായി ആഘോഷിക്കുവാൻ പൊതുവായി നാം തീരുമാനമെടുക്കുകയായിരുന്നു. പിതാവുമായ ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്ത പിതാവേ, താമരശ്ശേരി രൂപതയെ കാര്യക്ഷമമായിട്ട് രീതിയിൽ ദീർഘവീക്ഷണത്തോടുകൂടി നയിച്ചുകൊണ്ടിരിക്കുന്ന പിതാവേ, പിതാവിൻ്റെ വലങ്കയായ രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായ ഭാഗഭാഗിത്വത്തിലൂടെയും നേതൃത്വത്തിലൂടെയും നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട സീറോ മലബാർ സഭയുടെ കുര്യയിലെ ചാൻസലറായ ബഹുമാനപ്പെട്ട അന്തോണിയച്ച, പിതാവിൻ്റെ സെക്രട്ടറിയുടെ എവിടെയെങ്കിലും കാണും, അദ്ദേഹവും കൂടി പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ദമ്പതിമാരെ, യുവതിയുവാക്കളെ, അധികം കാണുന്നില്ല, അവരെ അമ്മമാരുടെ മടിയിലായിരിക്കും. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അഭിമന്യരായ റെമീലിയൂസ് ചിറ്റനാനിയിൽ പിതാവേ, പോൾ ചിറ്റിലപ്പള്ളി പിതാവേ, വലിയ ബഹുമാനപ്പെട്ട ജനറൽ തോമസ് നാഗൂർലച്ച, വലിയ ബഹുമാനപ്പെട്ട ആന്റണി കൊള്ളന്നൂരച്ച, ശ്രീ ജേക്കബ് പാടലോടി, സമർപ്പിതരായ സഹോദരന്മാരെ, സഹോദരികളെ, കുടുംബജീവിതക്കാരായ സഹോദരന്മാരെ, സഹോദരികളെ, യുവതി യുവാക്കന്മാരെ, ബാലിക ബാലന്മാരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. നിസ്തുലമായ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. താമരശ്ശേരി രൂപതയിലെ അജപാലന സന്ദർശനത്തിലാണ് ഞാനെന്ന് നിങ്ങളുടെ പിതാവ് തന്നെ പറഞ്ഞു. ഈ അജപാലന സന്ദർശനം ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പൊതുവായിട്ടുള്ള അജപാലനത്തിന് സഹായിക്കുന്ന ഉൾക്കാഴ്ചകൾ കൊടുക്കുന്ന ഒരു സന്ദർഭമാണ്. ആ രീതിയിലാണ് ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ എവിടെയോ പ്രസംഗിച്ച സന്ദർഭത്തിൽ പറഞ്ഞു, ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യരുടെ സമാധാനപരമായ കൂട്ടായ്മയിലാണ് എന്ന്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. അപ്പോൾ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ പ്രകാശിതമാകുന്നത് നമ്മുടെ സമാധാനപരമായ കൂട്ടായ്മയിലാണ്, സഭയിലാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. ഇവിടെ നിന്നത് ഈ താമരശ്ശേരി രൂപതയുടെ ഇപ്പോഴത്തെ പ്രദേശങ്ങൾ മുഴുവൻ മാത്രമല്ല, മലബാർ മുഴുവനിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് വസ്തുത. മക്കളെ നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് കണ്ട് അവരുടെ നല്ല വളർത്തലിലെ, കത്തോലിക്ക വിശ്വാസത്തിലുള്ള വളർത്തലിലെ കാത്തു സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുകൂടി ഒരിക്കൽ കൂടി ഈ രൂപതാ ദിനത്തിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിമന്യ പിതാക്കന്മാർക്കും വൈദിക സമൂഹത്തിനും സമർപ്പിതർക്കും കുടുംബജീവിതക്കാർക്കും യുവതി യുവാക്കന്മാർക്കും മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും പിൻവാങ്ങുകയാണ്. നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കും. എന്നെയും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താമരശ്ശേരി രൂപത കുടിയേറ്റ തീർത്ഥാടന കേന്ദ്രം, കൊളത്തുവേൽ സെയിന്റ് ജോർജ് ദേവാലയം ഡിക്കറി, താമരശ്ശേരി രൂപതയിലെ ആദ്യകാല കുടിയേറ്റ കേന്ദ്രമായ കൊളത്തുവയലിലെ ഇടവക ദേവാലയം ഈ രൂപതയിലെ കുടിയേറ്റ പിതാക്കന്മാരുടെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്ത് പ്രതിഷ്ഠിക്കുകയാണ്. ഈ അവസരത്തിൽ മലബാർ കുടിയേറ്റത്തെയും അതിന് നേതൃത്വം നൽകിയ പൂർവ്വപിതാക്കന്മാരെയും അവരെ നയിച്ച പുണ്യസ്മരണാർത്ഥനായ മാർ സെബാസ്റ്റ്യൻ വെള്ളപ്പള്ളി പിതാവിനെയും മറ്റു പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും അനുസ്മരിക്കുന്നു. തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ പടുത്തുയർത്തുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മൺമറഞ്ഞുപോയ ധീരപിതാക്കന്മാരുടെ ത്യാഗോജ്വലമായ ജീവിതവും അടിപതറാത്ത ഈശ്വര വിശ്വാസവും ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറകൾക്കും പ്രചോദനവും കരുത്തും പകരുന്നതാകട്ടെ. പിൻതലമുറയുടെ വിശ്വാസസ്ഥൈര്യവും അർപ്പണ മനോഭാവവും തലമുറകൾ സ്വാംശീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ കുളത്തുവേൽ സെന്റ് ജോർജ് ദേവാലയത്തെ കുടിയേറ്റ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു. ഈ ദേവാലയം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ പ്രത്യേക ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതാണ്. രൂപതാ കേന്ദ്രത്തിൽ നിന്ന് 2012 ഏപ്രിൽ 28 നൽകപ്പെട്ടത് മാർ റെമീലിയൂസ് ചിറ്റനാനിയിൽ താമരശ്ശേരി രൂപതയുടെ മെത്രാൻ.